മാഡത്തിൻ്റെ പേരെന്താ? എൻ്റെ അന്നമ്മ ജോൺ. എത്ര നാളായി പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നു? ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാനുണ്ട് ഒരു 20 ദിവസം. എങ്ങനെയുണ്ട്? ഇത് എങ്ങനെയുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് ഇതിന്. എന്താ റിസൾട്ട് കിട്ടിയത്? എൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് കിട്ടിയത് എൻ്റെ കാല് വെരിക്കോസ് വെയിൻ വന്നിട്ട് കാലിന് ബ്ലോക്കായിട്ട് എനിക്ക് ഒട്ടും വൈകിട്ട് കിടക്കത്തില്ല. കാല് നന്നായിട്ട് നീര് വെച്ച് വീങ്ങിയിട്ട് ഞാനിങ്ങനെ മണർകാട് ഒരു ഡോക്ടറുടെ ചികിത്സയിലായിരുന്നു. അപ്പോൾ പുള്ളി സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു രണ്ട് ബ്ലോക്ക് കാലിനുണ്ട്, ഇത് ഓപ്പറേഷൻ ചെയ്യണം, അല്ലാതെ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് വയ്യാതിരിക്കുന്നത് ഞാൻ ഓപ്പറേഷൻ ചെയ്യാൻ എന്തായാലും സമ്മതിച്ചു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ എന്നോട് പറഞ്ഞു 15 ദിവസം ഗുളിക കഴിക്കാൻ പറഞ്ഞു. ആ ഗുളിക കൊണ്ടുവന്ന് ഞാൻ എൻ്റെ ഒരു കസ്റ്റമർ ഡോക്ടറുണ്ട്, പുള്ളിക്കാരത്തെ കാണിച്ചപ്പോൾ പറഞ്ഞു ഇത് കഴിക്കേണ്ട, കഴിച്ചാൽ ഇത് ഉടനെ ഷുഗർ പിടിക്കുന്നു. അതുകൊണ്ട് ഞാൻ ആ ഗുളിക കഴിച്ചില്ല. അങ്ങനെ ഞാൻ ഈ മരുന്നൊക്കെ ഇങ്ങനെ തൂത്തും തിരുമ്മിയൊക്കെ ഇങ്ങനെ നടന്നു. ആ സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് വന്ന് പറഞ്ഞു ഇതുപോലെ ഈ വെള്ളം ഒന്ന് കുടിച്ചാൽ മതി, നല്ല വ്യത്യാസം വരും എന്ന് പറഞ്ഞപ്പോൾ എനിക്കല്ലായിരുന്നു ആവശ്യം. ഹസ്ബൻഡ് ഒട്ടും മേലാതെ 4 വർഷമായിട്ട് പുള്ളി നടക്കത്തില്ല, 2 കാലിനും ബ്ലോക്ക് വന്നു പോയിട്ട് മുട്ടിന് താഴോട്ട് മരുന്ന് കയറത്തില്ല ഡോക്ടർ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഭാരത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ആൻജിയോഗ്രാം ചെയ്താലെങ്കിലും മരുന്ന് കയറുമെന്നോട് നോക്കാമെന്ന് പറഞ്ഞു പോയിട്ട് അവിടെയും അതുകൊണ്ട് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചുവിട്ടു. പുള്ളിക്ക് എപ്പോഴും വീഴുക, സദാ പുള്ളി വീണാൽ എനിക്ക് എടുത്ത് പൊക്കത്ത് അയലോക്കാരും ഓടി വരണം. അപ്പോൾ ഒട്ടും ബലമില്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ആയായിരുന്നു. കാല് രണ്ടും ഒന്നും അങ്ങനെ കറുത്തിട്ട് ഇപ്പോൾ പൊട്ടും ആ ഒരവസ്ഥ. ഞങ്ങളിങ്ങനെ ഓയിൽമെൻറ്റ് തേച്ചു എണ്ണ തേച്ചും ഒക്കെ ഇരുന്നു. ഇത് പൊട്ടുമെന്നുള്ളൊരു പേടിയിൽ തന്നെ ഞങ്ങൾ ഇരിക്കുമായിരുന്നു. ആ സമയത്താണ് ഞങ്ങൾക്ക് ഇത് ഒന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇത് വാങ്ങിച്ചിട്ട് ആദ്യം ഞാൻ വലിയ റിജക്റ്റ് ആയില്ല. എന്നാൽ ഇത് ഒന്ന് വെറുതെ നോക്കിയേക്കാന്ന് ഓർത്ത് എല്ലാം കഴിഞ്ഞ ഒത്തിരി മരുന്ന് കഴിഞ്ഞു. ഏകദേശം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു 6000 രൂപയുടെ മരുന്ന് ഒരു മാസം വേണം. പക്ഷെ പുള്ളി എന്നെ ഉറക്കത്തില്ല, എനിക്ക് കാല് പുകയുന്ന 2 കാലും പുകച്ചില്ല എന്നിട്ട് പുള്ളിക്കാരൻ പുകയുന്ന ആൾ വൈകിട്ട് കിടക്കുമ്പം പിന്നെ കമ്പിളി ചുറ്റും കാലിൽ അങ്ങനെ കിടക്കും. അപ്പം നമുക്കറിയത്തില്ല എന്നായിരുന്നു സംഭവം. അപ്പോൾ ഈ പുകച്ചിലാന്ന് പറഞ്ഞു. എന്തായാലും ഈ സാധനം ഞങ്ങൾ ഉപയോഗിച്ച് 3ാമത്തെ ദിവസം എൻ്റെ ഹസ്ബൻഡിൻ്റെ കാലിൻ്റെ പുകച്ചിൽ പോയി. ഇതുവരെ പിന്നെ പുകയുന്നതെന്ന് പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല. അതുപോലെ തന്നെ കാലിന് വളരെ നീരില്ല അങ്ങോട്ട് മാറി. എൻ്റെ കാലാണെങ്കിൽ 3 ദിവസം ഞാൻ ഇതിന് വെള്ളത്തെ ചുറ്റാൻ തന്നേക്കുന്ന ഒരു ബാൻഡുണ്ട്, ഒരു പാഡ്, അത് ഞാനിങ്ങനെ 3 ദിവസം വൈകിട്ട് ഇങ്ങനെ ചുറ്റി കിടന്നു. എനിക്ക് കാലിൻ്റെ നീരും പോയി, വേദനയും പോയി, എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല. ആരാ മാഡത്തിൻ്റെ കയ്യിൽ ഇത് കൊണ്ടു തന്ന? വനജ എന്ന് പറയും, എരുമേലിയിൽ. ഹാപ്പിയാണോ? കൊള്ളാം. ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞങ്ങളെ കാണുന്നവരാണ് ഇപ്പോൾ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത്. ഓക്കെ. മാഡത്തിൻ്റെ ഒക്കെ വ്യത്യാസം അറിഞ്ഞിട്ട് ഞാനെങ്ങും പോയില്ല, ആരുടെ ഒരു ബിസിനസ്സിനായിട്ട് ഒന്നും ഞാൻ പോയില്ല. പക്ഷേ ഇപ്പം തന്നെ ഒരു 10-18 പേരോളം ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഇപ്പോഴും ചാരിറ്റി പോലെ മാഡത്തിന് ചെയ്യാൻ പറ്റിയിട്ടുണ്ടല്ലേ? ഒരുപാട് പേരെ രക്ഷിക്കാൻ. ഇപ്പം ഞാൻ കൊടുക്കാൻ വന്നത് എനിക്ക് എന്താ പറയുന്നത്, ഒരു ബിസിനസ്സിലേക്ക് ഞാൻ വന്നെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ കിട്ടുന്ന ബെനിഫിറ്റ് ഞാൻ ചാരിറ്റി ആയിട്ട് മാത്രമേ കൊടുക്കൂ. ഞങ്ങൾക്ക് ഇതുകൊണ്ട് കഞ്ഞി കുടിക്കേണ്ട കാര്യം ബിസിനസ്സിലേക്ക്. അപ്പോൾ ഞാൻ ബിസിനസ് വന്നപ്പോൾ എൻ്റെ ഒരു എയിം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതുകൊണ്ട് കഞ്ഞി കുടിക്കേണ്ട ഒരു കാര്യമില്ല. എൻ്റെ കുഞ്ഞുങ്ങൾ ജോലിയുണ്ട്, എനിക്ക് ജോലിയുണ്ട്, എല്ലാം ഞങ്ങൾക്ക് സേഫാണ്, കുഴപ്പമില്ല. പക്ഷേ ഈ കിട്ടുന്ന ബെനിഫിറ്റ് ഞാൻ ഇതുപോലെ വയ്യാത്തവർക്ക് ഇപ്പോൾ ആദ്യം